ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പരീക്ഷാ കാലമാണല്ലോ. കുട്ടികൾ പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മൾക്ക് നല്ലവണ്ണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസക്കുറവാണ്, അല്ലേ? നമ്മൾ എല്ലാവരും എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പേയും പലർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ ആത്മവിശ്വാസമില്ലായ്മ. ഒരുപക്ഷെ മിക്കവാറും എല്ലാ കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ആത്മവിശ്വാസക്കുറവ്, അല്ലെ? എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ. ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല. ആ തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അതിനെ തരണം ചെയ്യൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ആദ്യമായിട്ട് മനസ്സിലാക്കുക, എത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും എൻ്റെ മനസ്സ് പറയുകയാണ് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് എത്ര ടഫായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് എൻ്റെ മനസ്സ് പറയുകയാണ് വളരെ ഈസിയാണ്, ഇതെല്ലാം എനിക്ക് വളരെ ഈസി, സിമ്പിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടഫായിട്ടുള്ള കാര്യമാണെങ്കിലും വളരെ സിമ്പിളായിട്ട് അത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അപ്പം ഫസ്റ്റിലെ നമ്മുടെ മനസ്സിലെയാണ് ആദ്യം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഐ ആം ദ ബെസ്റ്റ് എന്നുള്ള കാര്യം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, ഓരോരുത്തരും ഓരോ പ്രത്യേക ടാലൻസ് ഉള്ളവരാണ്, എല്ലാവരുടെയും സ്കിൽസ് വെവ്വേറെയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളുടെ മനസ്സിലെ പറഞ്ഞു പഠിപ്പിക്കുക, അതായത് ഐ ആം ദ ബെസ്റ്റ്, നമ്മളാണ് ബെസ്റ്റ്. നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതിന് 10 മാസം മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് സ്പേം സെല്ലുമായിട്ട് നമ്മൾ മത്സരിച്ച് ആദ്യം ഓടിയെത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് തന്നെ. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളവരല്ലേ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഓൾവേസ് വി ആർ ദ ബെസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, ഓക്കെ? ഓരോരുത്തരും, ഓക്കെ? എന്നിട്ട് മാത്രം എന്ത് കാര്യത്തിനെയും അഭിമുഖീകരിക്കുക. എക്സാം എന്നല്ല, ജീവിതത്തിലുള്ള എന്ത് കാര്യത്തിനെ അഭിമുഖീകരിക്കുമ്പോഴും നമ്മൾ പറയേണ്ടത് നമ്മളാണ് ബെസ്റ്റ്. നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം, ഓക്കെ? നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അംഗീകരിക്കുക, അല്ലേ? ഫസ്റ്റ് നമ്മളെ അംഗീകരിക്കുക. അവിടെയാണ് നമ്മുടെ വിജയത്തിൻ്റെ ആദ്യ പടി ഉണ്ടാകുക, ഓക്കെ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പം പരീക്ഷയുടെ ടൈമിൽ നമ്മൾക്ക് ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ കുട്ടിക്കും ഓരോ സബ്ജക്റ്റാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, അല്ലേ? ചില സബ്ജക്ട്സ് അവർക്ക് പാടാണ്. എല്ലാ സബ്ജക്റ്റിനും ഒരേപോലെ ഒന്നും മാർക്ക് മേടിക്കാനൊന്നും പറ്റില്ല, അല്ലേ? അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കുക, ഏറ്റവും സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ ഓരോന്നിനും അനുസരിച്ചിട്ട് നമ്മളുടെ പാഠഭാഗങ്ങളെ ക്രമീകരിക്കുക. അത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ നമുക്ക് ഫിക്സ് ചെയ്യുക, ഓക്കെ? ഇപ്പം നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു മാസത്തെ ഡ്യൂറേഷൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾക്ക് 5 or 6 സബ്ജക്ട്സിൻ്റെ ടൈം ടേബിൾ കിട്ടുന്നത്, അല്ലേ? ഓരോ സബ്ജക്റ്റിൻ്റെയും ഇടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പം 2 ദിവസം 3 ദിവസം അല്ലെ 5 ദിവസം അങ്ങനെയുള്ള ഇടവേളകളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മളുടെ ആ ഇടവേളകളൊക്കെ എത്രയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ എഴുതി വെക്കുക, നമ്മുടെ ടൈം ടേബിൾ. എന്നിട്ട് ഓരോ സബ്ജക്ട്സിനെയും ഇടയ്ക്ക് കിട്ടുന്ന ഇടവേളകൾ എത്രയാണ്, നമ്മൾക്ക് ഇനിയും എക്സാം തുടങ്ങാനായിട്ടുള്ള ആദ്യത്തെ സബ്ജക്റ്റ് തുടങ്ങാനുള്ള ഇടവേള എത്രയാണ്, ഇതെല്ലാം കൃത്യമായിട്ടൊന്ന് ചാർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഏറ്റവും അവസാനത്തെ എക്സാം ഏതാണ്, ഓക്കെ? അപ്പോൾ അവസാനത്തെ എക്സാം നമ്മൾക്കിനി പഠിക്കാനായിട്ട് അതിൻ്റെ തൊട്ട് മുമ്പത്തെ സബ്ജക്റ്റിൻ്റെ ഇടയിൽ എത്ര ദിവസമുണ്ട് അത് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സബ്ജക്റ്റിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു 4 ദിവസമാണ് ഉള്ളതെങ്കിൽ, ഓക്കെ, ആ 4 ദിവസം അത് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് മാത്രം പഠിക്കാൻ കിട്ടുന്ന ദിവസമാണ്, അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് അത്രയും ദിവസം ആ സബ്ജക്റ്റിന് വേണ്ടി കിട്ടും. അതുകൂടാതെ നമ്മൾക്ക് ഈ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ 1 മാസമാണുള്ളതെങ്കിൽ നമ്മൾക്ക് അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാ സബ്ജക്റ്റും ഈക്വലായിട്ട് അറിയാവുന്നവരാണെങ്കിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അതല്ല, ഒരു സബ്ജക്റ്റ് ടഫായിട്ടുള്ളവരാണെങ്കിൽ ആ ടഫായിട്ടുള്ള സബ്ജക്ട്സിന് കൂടുതൽ ദിവസങ്ങൾ കൊടുക്കുക, സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റിന് കുറച്ച് ദിവസം. അപ്പോൾ എന്നിട്ട് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിലുള്ള സബ്ജക്റ്റ് പഠിക്കുക, ഓക്കെ?
പഠിക്കുക എന്ന് പറയുമ്പോൾ കാണാതെ പഠിക്കുക അല്ല വേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, ആ കോൺസെപ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അത് നമ്മളുടെ തലയിലേക്ക് വെച്ചിരിക്കുക. എന്നിട്ട് അത് നമ്മളുടെ ഇഷ്ടമുള്ള ഭാഷയിൽ നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ മറ്റൊരാളുടെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അതിന് പകരം നമ്മുടെ സ്വന്തം ഭാഷയിൽ അത് എഴുതുവാണെങ്കിൽ നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണതയാണ് എവിടെന്നെങ്കിലും ഗൈഡിലോ അല്ലെങ്കിൽ ടെക്സ്റ്റിലോ എവിടെയെങ്കിലും കുറേ സെൻറ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും തന്നിരിക്കുന്ന നോട്ട്സ് അത് അതുപോലെ കാണാതെ പോയി അതിനുവേണ്ടി നിങ്ങൾ ട്രിപ്പിൾ ടൈംസ് ആണ് നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കുന്നത്. ഓക്കെ, അതിന് പകരം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കോൺസെപ്റ്റ് ക്ലിയർലി. ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മതിയായിരിക്കും. ആ 5 മിനിറ്റ് എടുത്ത് ആ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാം. ഓക്കെ, യു ആർ സേവിങ് യുവർ ലൈഫ് ആൻഡ് സേവിങ് യുവർ ടൈം. എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ലാസ്റ്റ് സബ്ജക്റ്റ് എന്താണോ എക്സാം അത് ഏറ്റവും ആദ്യം അങ്ങ് പഠിച്ചിട്ട് ഏറ്റവും ആദ്യം തുടങ്ങുന്ന സബ്ജക്റ്റ് അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ പഠിക്കാനായിട്ട്. അപ്പോൾ ആ സബ്ജക്റ്റിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ സബ്ജക്റ്റ് ആയിരിക്കും അന്നേരം പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ടേബിൾ നമ്മൾ തന്നെ ചാർട്ട് ചെയ്യണം. വേറെ ആരുടെയും നിർബന്ധപ്രകാരമല്ല. നമ്മളുടെ നോളജ്, നമ്മൾ എത്രത്തോളമാണ് ഓരോ സബ്ജക്റ്റിലും നമുക്കുള്ള നോളജ് എന്ന് മനസ്സിലാക്കി ആ സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോന്നും ടൈം ചാർട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്സിന് കൂടുതൽ ടഫായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മൊത്തം അപ്പം ഉള്ള ദിവസങ്ങളിൽ മാത്സിന് അപ്പം കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് മലയാളം ഏറ്റവും ഈസി ആണെങ്കിൽ അപ്പം മലയാളത്തിന് കുറച്ച് ദിവസങ്ങൾ കൂടും. ഇനി മലയാളമാണ് ഒരാൾക്ക് ടഫായിട്ടുള്ളതെങ്കിൽ മലയാളത്തിന് കൂടുതൽ ദിവസങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. മാത്സ് അയാൾക്ക് സിമ്പിളായിരിക്കും, ആൾ മാത്സിന് അന്നേരം കുറച്ച് ദിവസങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഓരോരുത്തരുടെയും കഴിവ് എന്താണെന്ന് അവരവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. മറ്റൊരാളല്ല മനസ്സിലാക്കേണ്ടത്. അവനവനെ തന്നെ മനസ്സിലാക്കുക ആദ്യം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം അങ്ങനെ കൃത്യമായിട്ടൊന്ന് അലോക്കേറ്റ് ചെയ്ത് ചാർട്ട് ചെയ്യുക. ചാർട്ട് ചെയ്തിട്ട് ഇന്ന ദിവസങ്ങളിൽ ഞാൻ ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കും എന്ന് ഉള്ള അതും ഒരു മനസ്സിൽ കുറിച്ചിടുക. ഇത്ര ചാപ്റ്റർ ഇന്ന ദിവസം ഇത്ര ദിവസം കൊണ്ട് ഇന്ന ചാപ്റ്റർ തീർക്കും. അത് എന്നിട്ട് നമ്മൾ തന്നെ റിവൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ തന്നെ നമ്മൾ നോട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത സാധനങ്ങൾ, എനിക്കത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവനവൻ തന്നെ ചെക്ക് ചെയ്യുക. വേറൊരാളുടെ ഹെൽപ്പില്ലാതെ അവരവർക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ് ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് മറ്റുള്ള എൻ്റർടൈൻമെൻറ്റും ഇടയ്ക്കിടയ്ക്ക് വേണം, അതൊക്കെ റിലീഫിന് വേണ്ടി. അല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ പഠിച്ച് നമുക്ക് ഒരാൾക്കും അത്രയും നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ടൈം നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കോൺസെൻട്രേഷൻ വിടുന്ന ടൈമിൽ നിങ്ങൾ ഒന്നിച്ച് റിലീഫ് ചെയ്യുക. ഓക്കെ, അതായത് മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മ്യൂസിക് കേൾക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കളിക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അതൊക്കെ നമ്മളുടെ ഒരു മെൻ്റൽ റിലീഫിന് വേണ്ടി അല്ലെങ്കിൽ എണീച്ചൊന്ന് നടക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആയി കഴിയുമ്പം നമ്മൾ കുറേ നേരം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്ട്രെസ് ആവും. ഓക്കെ, അപ്പം നിങ്ങൾ എണീച്ചൊന്ന് റിലീഫ് ചെയ്യുക. കുറച്ച് നേരം കാറ്റ് കൊണ്ട് വെളിയിലൊന്ന് പോയി നിൽക്കുക. ഓക്കെ, അങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള രീതി. അതിനും ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വേറെ വേറെയാണ്. എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരവർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ അവരൊരു കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് റിലീഫ് കൊടുത്തിട്ട് വീണ്ടും അപ്പം നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ഞാൻ ഇന്നിത് തീർത്തിട്ടേ കിടക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, ആ ഡിറ്റർമിനേഷൻ അനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആവശ്യമായ ഉറക്കം, അല്ലാതെ ഉറക്കമൊന്നും കളഞ്ഞിട്ടല്ല ഇരിക്കേണ്ടത്. ആവശ്യമായിട്ടുള്ള ഉറക്കം നമ്മൾക്ക് 8 hours വരെ ഒരു ദിവസം മാക്സിമം നമ്മളുടെ ശരീരത്തിന് കിട്ടേണ്ട ആ ക്ഷീണം അകറ്റാനായിട്ട് നമ്മളുടെ ഉറക്കവും കാര്യങ്ങളും ഒക്കെ വേണ്ടതാണ്. അല്ലാതെ ഉറക്കമൊക്കെ ഉളച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ മെൻ്റൽ ഹെൽത്തൊക്കെ പോകും, നമ്മളുടെ തലവേദനയൊക്കെ കൂടും, പിന്നെ പഠിച്ചു കഴിഞ്ഞാലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല എല്ലാം. അപ്പം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം, നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം, അതേപോലെ ഭക്ഷണവും അതുപോലെ വെള്ളം, ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ നല്ലവണ്ണം കുടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു പരീക്ഷ എഴുതാൻ. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവ് മൈൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് എത്ര ടഫായിട്ടുള്ള കാര്യങ്ങളാകും, ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രമേ, അല്ലാതെ ഇതെനിക്ക് ഭയങ്കര ടഫാണ്, എനിക്ക് ഇതൊന്നും പഠിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ള ആ ചിന്ത മാറ്റിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. നമ്മൾക്കിതെല്ലാം സിമ്പിളാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. എന്തെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ യു ഹാവ് ടു കോൾ യുവർ ടീച്ചർ, അല്ലെങ്കിൽ അതുപോലെ അറിവുള്ള ആരുടെയും ഹെൽപ്പ് അന്നേരം നേടാം. ഓക്കെ,
അത് തേടി ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, അതാണ് ഏറ്റവും ബെറ്റർ വേ. അപ്പം അങ്ങനെ എപ്പോഴും ഒരു സ്ട്രെസ്ലെസ് ആയിട്ടുള്ള ഒരു മൈൻഡോടുകൂടി മാത്രം നിങ്ങൾ ഏത് എക്സാമിനെയും അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഇങ്ങനത്തെ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാംസ്, അതായത് നിങ്ങൾക്ക് മൈനസ് മാർക്ക് ഇല്ലാത്ത എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇത്ര 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ബട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ അകത്തിൽ തന്നെ ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വേർഡ്സ്, നിങ്ങൾക്ക് അറിയാവുന്ന അർത്ഥങ്ങൾ അറിയാവുന്ന വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, അതിനെ വെച്ചിട്ട് എന്തെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ആ അർത്ഥവുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എഴുതി വെക്കുക. ആ എഴുതി വെക്കുന്നതിൻ്റെ അതിൽ ഒരുപക്ഷെ ചിലപ്പം അത് പൂർണ്ണമായിട്ടും കറക്റ്റ് ആവാം, ചിലപ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടില്ലാത്ത പോർഷനിലേ ആയിരിക്കും, ബട്ട് പൂർണ്ണമായിട്ടും ചിലപ്പോൾ കറക്റ്റ് ആകാം, ചിലപ്പോൾ അതിന് ഭാഗികമായിട്ട് പാർഷ്യലായിട്ട് ചിലപ്പോൾ. അപ്പോൾ ആ പാർഷ്യൽ മാർക്സ് യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് ഹാഫ് മാർക്സ്. ഓക്കെ, അതിൻ്റെ അകത്തിൽ എന്തെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം അത് ഒന്നും അറിയില്ല എന്ന് മാറ്റി വെക്കുന്നതിൽ നല്ലതല്ലേ ഒരു ഹാഫ് മാർക്കെങ്കിലും കിട്ടുന്നത്. അപ്പം എപ്പോഴും മൈനസ് മാർക്ക് ഇല്ലാത്ത എല്ലാ എക്സാംസിനും, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാംസിന് യു ഹാവ് ടു അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് എ ബെറ്റർ വേ. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ബെറ്റർ വേ ആണ്. നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ കൂടി അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ചിലപ്പോൾ കിട്ടിയാലായി. ഓക്കെ, അപ്പോൾ അതൊരിക്കലും വെറുതെ വിടരുത്. ഇനി മൈനസ് മാർക്ക് ഉള്ള എക്സാംസിന് ഇങ്ങനെ പോയി എഴുതുകയും ചെയ്യരുത്. മൈനസ് മാർക്കുള്ള എക്സാമിന് നമ്മൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യന് മാത്രം അറ്റൻഡ് ചെയ്യുക. മൈനസ് മാർക്കുള്ള ഇല്ലാത്ത എല്ലാ എക്സാംസിനും മാക്സിമം എല്ലാത്തിനും ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം അറ്റൻഡ് ചെയ്യുക. അതെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് ഇനഫ് ടൈം നിങ്ങൾക്ക് പിന്നെയും കിടപ്പുണ്ട്, അപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആൻസേഴ്സ് എഴുതുക. അതിനും മേ ബി യു വിൽ ഗെറ്റ് സം മാർക്സ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഹാഫ് മാർക്സ് അല്ലെങ്കിൽ 1 മാർക്കെങ്കിലും ഒക്കെ കിട്ടും. അതും ഒരു അഡീഷണൽ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.